അപ്പം ഇന്ന് ആദ്യമോൻ അംഗനവാടി ലീവായതുകൊണ്ട് ഞാനും ആദ്യമോനും കൂടി കോഴിക്കോട് വരെ പോകട്ടെ. ഞങ്ങളിന്ന് നമ്മളെ നിസാന് അതാ നമ്മളെ വണ്ടിക്കൊരു പവർ സ്റ്റിയറിങ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പോയി നോക്കാൻ വെച്ചിട്ട് അപ്പോൾ കൈ ഭയങ്കര ടൈറ്റ് ആയത് കാരണം കൈ തിരിക്കാൻ പറ്റില്ല, സ്റ്റിയറിങ് ടൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ അത് വെക്കാച്ചിട്ടായിരുന്നു. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇപ്പം ഇന്ന് പോണത് അല്ലേ? എങ്ങോട്ടാ പോണേ? അപ്പോൾ ഞങ്ങളിതാ കോഴിക്കോട് പോകട്ടെ. അപ്പോൾ അതിൻ്റെ നാമൂനെ ഇവിടെ കടയിലാക്കി കൊടുക്കും വേണം പോകട്ടെ. അപ്പോൾ അതാ ഞങ്ങൾ പോകട്ടെ. അപ്പോൾ അതാ മറ്റാളെ ബസ് കയറ്റി വിടാണ്ട് അല്ലെങ്കിൽ കടയിലാക്കി കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ പോകണം, ഒന്നിച്ച് പോകണം. നമ്മളെന്താ പോണേ? കൊണ്ടോണില്ല, ഞങ്ങള് പോവാണേ. പോയിട്ട് വരാം. അപ്പൊ കൊറേ സ്ഥലത്തേക്ക് പോകാൻ കുളപ്പുറം എത്തിയപ്പോഴേക്കും ആൾ ഉറങ്ങിട്ടാ, നല്ല ഉറക്കം ഉറങ്ങി. അപ്പോൾ അതാ സീറ്റൊക്കെ ശരിച്ച് കഴിഞ്ഞ് ഉറങ്ങാട്ടെ. അപ്പം ഇനി ഞാൻ പോയി നോക്കട്ടെ. ഞാൻ ഇപ്പോൾ അതാ വർക്ക്ഷോപ്പിൽ വന്നിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഉണ്ടായിത്തോടെത്തണം, പോയി നോക്കട്ടെ. ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ട് കോഴിക്കോട് നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടെയുള്ളൊരു ഉള്ളേരിയയിൽ ഒരു പൊളി മാർക്കറ്റ് പുതിയതുണ്ട് എന്ന് വിജയേട്ടൻ പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാട്ടെ. ഞങ്ങൾ വിജയേട്ടൻ ആദ്യം ഒരിക്കൽ അവിടെ പോയെന്ന് പറഞ്ഞപ്പോൾ അവരറിവ് പ്രകാരമാണ് പോയത്. പോയി നോക്കുമ്പോൾ വിജയേട്ടനെ നല്ലൊരു പവർ സ്റ്റിയറിങ് അവിടെ മാറ്റി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ വേറെ ആരോ അത് അടിച്ചു കൊണ്ടിരിക്കണം. നമുക്കത് കിട്ടാനുള്ള യോഗമോ കാര്യങ്ങളോ ഒന്നുമില്ല, കാരണം അതുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് കാരണം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയത് കേട്ടോ. അങ്ങനെ അവിടെ തിരഞ്ഞ് ഒരുപാട് നടന്നിട്ടൊന്നും അവിടെ സാധനം കണ്ടില്ല. അവിടെ പഴയ മോഡലും പുതിയ മോഡലൊക്കെ ആയിട്ട് സ്റ്റാറിംഗ് ബോക്സുകളുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച് നമ്മളോണ്ടേക്ക് കയറ്റാൻ പറ്റിയ ടൈപ്പ് സ്റ്റാറിംഗ് ബോക്സ് 750 950 അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എയ്ച്ചറിൻ്റെ കയറ്റണം, എയ്ച്ചറിൻ്റെ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ എന്ത് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. കാരണം അവിടെ എന്ന് വെച്ചാൽ ഒരുവിധം വണ്ടീൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. കുറച്ച് ഉള്ളേരിയാണ്, എന്താ വെച്ചാൽ വല്ലാതെ ആളുകൾ എത്തിപ്പെടാത്തൊരു ഏരിയയാണ്. എന്തായാലും സംഗതി എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെ പ്ലാനിങ് ഒക്കെ തെറ്റി ഞങ്ങളവിടെ കിട്ടാതായപ്പോൾ ഞങ്ങൾ പോന്നിട്ട് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ കോഴിക്കോട് ബീച്ചാണ്. ബീച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതേമാതിരി കല്ലമ്മക്കായ വിൽക്കുന്ന കടകളുണ്ട്. പിന്നെ അതേമാതിരി ബോളി പായസം വിൽക്കുന്ന കടകളുണ്ട്. ഒരുവിധം സാധനങ്ങളൊക്കെ സൈഡിൽ തന്നെ റോഡ് സൈഡിൽ തന്നെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതേമാതിരി എപ്പോഴും അങ്ങനെ പോകണമല്ലോ. അതേമാതിരി ബീച്ചിക്കൊക്കെ കുറേ അയക്കണം. ഇപ്പോൾ ബീച്ചിക്ക് പോയിട്ട് ഒരുപാട് അയക്കണം കേട്ടോ. മറ്റേതൊക്കെ ഒന്നരാടൊക്കെ അതേമാതിരി ഫാമിലിയൊക്കെ ആയിട്ട് മാസത്തിലൊക്കെ ഒരിക്കലെങ്കിലും പോയിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ പോക്കൊന്നുമില്ല. ഇനി നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബീച്ചിൻ്റെ സൈഡാട്ടോ. ലെഫ്റ്റ് സൈഡ് ഫുള്ള് ബീച്ചിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ബീച്ച് കയറാനുള്ള ടൈമോ കാര്യങ്ങളോ നമുക്കില്ല. നമ്മൾ ആവശ്യ സാധനം കുറച്ച് തപ്പി പിടിക്കാൻ കോഴിക്കോട് പൊളി മാർക്കറ്റിലൊക്കെ തരികയെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം വരുന്നൊരു കേസാട്ടോ. അവിടെ നമ്മൾ ഒറ്റയടിക്കൊന്നും തിരഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനങ്ങളൊന്നും കിട്ടില്ല, കാരണം ഒരുപാട് തിരയേണ്ടതായിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അത്യാവശ്യം ഏരിയ ഉണ്ടല്ലോ അവിടെ പൊളി. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടാണ്. കോഴിക്കോട് ഇതാ പൊളി മാർക്കറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളിതാ ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് വിജയേട്ടൻ മുന്നിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പോയി നോക്കുക ബാബാ പോയി നോക്കുക. റെഡി അല്ലേ? അപ്പുറത്തേക്കാ നിങ്ങളെ ഫുള്ള് പൊളി മാർക്കറ്റ് കേട്ടോ. പോയി നോക്കട്ടെ. കോഴിക്കോട് എത്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാമത്തെ പൊളി മാർക്കറ്റിലേക്കാണ് വന്നത്. ആദ്യം വേറൊരു ഉള്ളേരിയയിലുള്ള പൊളി മാർക്കറ്റ്. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് പ്രോപ്പറായിട്ടുള്ള കൊട്ട എന്ന് പറഞ്ഞാൽ അവിടേക്കാട്ടോ വന്നിട്ടുള്ളത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് എന്ത് സാധനമാണ് വേണ്ടത് വെച്ചാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒന്നാമത് വേണ്ട വെച്ചാൽ യഥാർത്ഥ മഹേന്ദ്ര നിസാൻ്റെ സാധനം ഇല്ല വേണ്ടത്. കാരണം എന്താ വെച്ചാൽ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും 10-30 ഉറുപ്പോളം റേറ്റ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് പവർ സ്റ്റിയറിങ്. ഇത് നമുക്ക് എയ്ച്ചറിൻ്റെ പോലെ 990 ടാറ്റേൻ്റെയൊക്കെ നമ്മൾ കയറ്റിയിട്ട് അൾട്രേഷൻ ചെയ്യേണ്ട ഒരു സിസ്റ്റമായിട്ട് നമ്മളെ വണ്ടി പോലെ. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സാധനങ്ങൾ നല്ല ഉഷാറായിട്ട് ഒന്നും കൂടി നിസാൻ്റെ സൂമിനേക്കാളും ഒന്നും കൂടി പവർ ആയിട്ടിരിക്കുന്നുള്ളതാണ് നമ്മളെ വർഷാപേരം പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ മൂപ്പർക്ക് അത് കയറ്റി ഒരുപാട് പരിചയവും കാര്യങ്ങളും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളാട്ടോ. അപ്പോൾ വേറൊരു പൊളി ചെന്നപ്പോൾ അവർ ഇതേമാതിരി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നേരം നമ്മളവിടെ കെട്ടിയിട്ടോ. കാരണം എന്താ വെച്ചാൽ എന്നിട്ടും അവർക്ക് സാധനം ഇല്ല എന്നുള്ളൊരു അറിവാണ് പിന്നെ കിട്ടിയത് കേട്ടോ. എയ്ച്ചറിൻ്റെ പീസ് ഉണ്ട് വെച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഇടയ്ക്ക് ടയറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഒരുവിധം വണ്ടിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മളെ വണ്ടി അത് അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകാതെ നേരിട്ട് പോയി, കാരണം നമ്മൾ പ്രതീക്ഷിച്ച സാധനങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല. അങ്ങനെ ഒരുപാട് നേരം കാത്തു നിന്നിട്ട് എത്ര നേരം നിന്നിട്ടും നമുക്ക് ആവശ്യമുള്ള സാധനം അവിടെ കിട്ടില്ല എന്നല്ലാതെ വേറെ ഒന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കും. ആദ്യം മോനെ അവിടെ നിന്ന് ഞങ്ങളെന്താ റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. റെയിൽവേ ക്രോസിങ്ങിൻ്റെ ഇടയിൽ അവർ കുറച്ച് നേരം നിന്നപ്പോൾ ട്രെയിൻ പോണ കണ്ടിട്ടോ. അങ്ങനെ ആദ്യം മോൻ അത് കൗതുകത്തിൻ്റെ പുറത്ത് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നു. പിന്നെ ട്രെയിൻ പോയതിൻ്റെ ശേഷമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത്. കാരണം എന്താ വെച്ചാൽ കുറച്ച് നേരം ട്രെയിൻ ഉണ്ട് കേട്ടോ, പാസിംഗ് ഉണ്ട്. 2-3-4 5 മിനിറ്റോളം ട്രെയിനിൻ്റെ പാസിംഗ് ടൈമിൽ പോലെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കെന്താ വെച്ചാൽ അപ്പുറത്തുനിന്നോ പോകാനോ, കാരണം നമ്മൾ വന്ന സമയത്ത് നമ്മളവിടെ എത്തി അതാണ് ഒത്ത ഫ്രണ്ടിലായിട്ട് നമ്മൾ നിൽക്കേണ്ടത്. ഗേറ്റ് തുറക്കണതിൻ്റെ തൊട്ടടുത്തല്ല നമ്മൾ നിൽക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ അതുവരെ നമ്മളിങ്ങോട്ട് എത്തി കയറാൻ നിൽക്കുന്ന നേരത്താണ് അവിടെ റെയിൽവേ ക്രോസിംഗ് താത്തിയത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ പ്ലാനിങ് ഒക്കെ ഒരു 5 മിനിറ്റ് കൂടി വൈകി എന്നല്ലാതെ കൂടുതലായിട്ട് മുന്നോട്ടൊന്നും പോയില്ല കേട്ടോ.
അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബൈപ്പാസ് കഴിഞ്ഞ് നമ്മളെ ഫാസ്റ്റും പിന്നെ മഹേന്ദ്രൻ്റെ ഒക്കെ അടുത്തെത്തി. അപ്പുറത്തൊരു സിഗ്നൽ, ഫസ്റ്റ് സിഗ്നൽ കഴിഞ്ഞ് രണ്ടാമത്തെ സിഗ്നലിലൊക്കെ നല്ല ബ്ലോക്കാട്ടെ. അങ്ങനെ ഇരിക്കും. നമ്മൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞ് സൈഡിൽ തന്നെ നല്ല ടൈൽസിന് ഒരു മാർബിളിന് കട്ട് ചെയ്ത മാതിരത്തെ കരിങ്കല്ലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല രസം കിട്ടും അവിടെ കട്ടിങ് കാണുമ്പോൾ. കാരണം ഒരു ഏരിയ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല ഹൈറ്റുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് കുറേ കൂടി മുന്നിലേക്ക് പോയപ്പോൾ വലത്തേ ഭാഗത്ത് നല്ല റോട്ടിൽ ഭയങ്കര തിരക്കാണ്. ഒരു നാടൻ തറവാട് വീട് പോലത്തെ റോട്ടിലായിട്ട്. അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കാണ്. അവിടുന്ന് ആദ്യം ബിരിയാണി വേണം തന്നെ വാശിടിച്ചപ്പോൾ അപ്പുറത്തെ കടയ്ക്ക് പോകേണ്ടി വന്നിട്ടോ. അപ്പോൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് രണ്ടാമത്തെ കടയിൽ ചെന്നപ്പോൾ അവിടെ ബിരിയാണിയോ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും സദ്യയാണ് കിട്ടിയത്. പക്ഷേ അവിടുന്ന് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒന്നും കൂടി അല്ലെങ്കിൽ നല്ല സൂപ്പർ സദ്യ കിട്ടിയിരുന്നു. പക്ഷേ അത് കുട്ടിക്ക് വേണ്ടെന്ന് പറഞ്ഞ കാരണം ഇപ്പുറത്തെ കടയിൽ ചെന്നപ്പോഴും സദ്യനുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ കടയിൽ ചെന്നപ്പോൾ ഞങ്ങൾ വേണ്ടാറില്ല. എന്തായാലും കഴിക്കാൻ തയ്യാറായിട്ട് ഞങ്ങളെല്ലാവരും തന്നെ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടോ. ഞങ്ങൾ ആദ്യം മുന്നേ നെയ്മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചോറൊക്കെ ഉണ്ടായിരുന്നു. അവന് കാർത്തിട്ട് കൊടുത്ത് അങ്ങനെയാണ് കഴിച്ചിട്ട്. അങ്ങനെ ഒരു ഇതായപ്പോൾ ഭക്ഷണമൊക്കെ കാര്യങ്ങളൊക്കെ ഫോണിൽ നോക്കിയിട്ട് അങ്ങനെ കുട്ടി ഒരുപാട് കഴിക്കിട്ടോ ഭക്ഷണം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ഇന്നത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഉദ്ദേശിച്ച സാധനമൊന്നും കിട്ടിയില്ല. അങ്ങനെ നേരെ തിരിച്ച് നമ്മൾ കുന്നുംപുറം വർക്ക്ഷോപ്പിൽ തന്നെ ഇട്ടിട്ടോ. അങ്ങനെ വിചാരിൻ്റെ വർക്ക്ഷോപ്പിൽ തന്നെ എത്തിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.